ഞാൻ തൊൽഹത്ത് റോയൽ കസ്റ്റം മോട്ടോഴ്സ് കാവന്നൂർ. നമ്മളിന്ന് 2 വണ്ടിയുടെ കമ്പേഷനാണ് കാണിക്കുന്നത് കേട്ടോ. അതായത് ജാവ 42 അതേമാതിരി BS4 ക്ലാസിക്. അതിൻ്റെ റൈഡിങ്ങിൽ ലോ സ്പീഡ് കപ്പാസിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ് കാണിക്കുന്നത്. അതായത് വണ്ടീന് എത്ര ടോപ്പ് ഗിയറിൽ എത്രത്തോളം ലോ സ്പീഡിൽ പോകാൻ പറ്റുമെന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ടോപ്പ് ഗിയറിൽ എത്തിയിട്ടുണ്ട് വണ്ടി. 50 സ്പീഡിലാണ് പോണത്. വണ്ടി ഇടിക്കുന്നൊന്നുമില്ല. ഈ ഒരു കയറ്റം ആ ഒരു ടോപ്പ് ഗിയറിൽ തന്നെ കയറ്റാൻ പറ്റുമോ എന്നുള്ളതാണ് നോക്കുന്നത്. ആ ഗിയറൊന്നും ചേഞ്ച് ചെയ്യുന്നില്ല. അവിടെ നിന്ന് തന്നെ വണ്ടി സ്പീഡ് എടുത്തു. ഇപ്പോൾ സുഖമായിട്ട് കയറി പോകുന്നുണ്ട് കേട്ടോ. 60 സ്പീഡിൽ വണ്ടി ആ കയറ്റം കയറി പോന്നിട്ടുണ്ട്. അപ്പോൾ 50ൻ്റെ മുകളിൽ സുഖമായിട്ട് ഈ ഒരു വണ്ടി ടോപ്പ് ഗിയറിൽ 50 ഇതിൻ്റെ ഒരു മിനിമം. 5ാമത്തെ ഗിയറിൽ 50. ഇതിൻ്റെ എൻജിൻ ബ്രേക്കിംഗ് നോക്കാം കേട്ടോ. ആ ഒരു കയറ്റം കറക്റ്റ് 50 തന്നെയാണ് ഇറങ്ങി പോന്നിട്ടുള്ളതും. അത്യാവശ്യം നല്ല എൻജിൻ ബ്രേക്കിംഗ് ഉണ്ട് ഇതിന്. പിന്നെ ബ്രേക്കിലൊന്നും കാല് വെച്ചിട്ടില്ല. ആ ഗിയർ ഡൗൺ ചെയ്ത് ഗിയർ അപ്പ് ചെയ്തു. ടോപ്പ് ഗിയറിൽ തന്നെയാണ്. ഇപ്പം 40 സ്പീഡിലെത്തി. പിന്നെ ഈ കയറ്റം വളവ് കഴിഞ്ഞു. നിരന്ന റോഡെത്തിയിട്ട് ഒന്നുകൂടെ നോക്കാം ഇതിൻ്റെ ലോ സ്പീഡ് കപ്പാസിറ്റി. അപ്പം നമ്മളെപ്പോഴും ഈ വണ്ടികൾ ഓടിക്കുക എന്ന് പറഞ്ഞാൽ റോയൽ എൻഫീൽഡ് പറഞ്ഞാൽ ലോ സ്പീഡ് കപ്പാസിറ്റിയാണ് നമുക്ക് വേണ്ടത്. കാരണം ഒരു പോയിൻ്റ് ടു പോയിന്റിലേക്ക് എത്താനാണ് ഹൈ സ്പീഡ് നമ്മൾ ഉപയോഗിക്കുക. പക്ഷേ നമ്മൾ ഒരു യാത്ര എൻ്റർടൈൻ ചെയ്യണമെങ്കിൽ, എൻജോയ് ചെയ്ത് യാത്രയാണെങ്കിൽ ലോ സ്പീഡ് കപ്പാസിറ്റിയാണ് വണ്ടിക്ക് കൂടുതൽ വേണ്ടത് കേട്ടോ. റോയൽ എൻഫീൽഡ് ആകുമ്പം അതാണ് അതിനൊരു അഡ്വാൻറ്റേജും. നോക്കുക, ഇപ്പോൾ സുഖമായിട്ട് 50 സ്പീഡിൽ ടോപ്പ് ഗിയറിൽ പോകുന്നുണ്ട്. ഞാനിത് ആ കൈ ഒന്ന് ഗിയറൊന്നും മാറ്റിയിട്ടില്ല. 50 സ്പീഡാണ്, ടോപ്പ് ഗിയറാണ്. ഇതിൽ കുറച്ച് 50 കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് തിരിച്ചെടുക്കാനും പറ്റുന്നുണ്ട് കേട്ടോ. അൻപതിന് താഴോട്ട് പോയാലും നമുക്ക് ഗിയർ ചേഞ്ച് ചെയ്യാതെ നമുക്ക് തിരിച്ച് സ്പീഡ് കയറി പോകാനും പറ്റുന്നുണ്ട്. മഴ വരുന്നുണ്ട്. ഞാൻ അധികം ദൂരം പോകുന്നില്ല. നിങ്ങൾ മീറ്ററിലേക്ക് തന്നെ ശ്രദ്ധിക്കുക കേട്ടോ. കാരണം നിങ്ങൾ യൂസ്ഡ് വണ്ടിയിൽ ജാവ എടുക്കണോ റോയൽ എൻഫീൽഡ് ക്ലാസിക് എടുക്കണോ എന്നുള്ളത്, BS4 ആണ് വണ്ടി. ക്ലാസിക് എടുക്കണോ എന്നുള്ളൊരു ഐഡിയ കിട്ടും. ലോ സ്പീഡ് കപ്പാസിറ്റിക്ക് ഏറ്റവും അധികം അഡ്വാൻറ്റേജ് ചെയ്യുന്ന സിറ്റി റൈഡിങ്ങിനൊക്കെയാണ് കേട്ടോ. ഇത് ജാവ എന്ന് പറഞ്ഞ വെച്ചാൽ ലോ സ്പീഡ് കപ്പാസിറ്റി കുറഞ്ഞ വണ്ടിയാണെന്ന് തോന്നുന്നു എനിക്ക്. കാരണം ഏതായാലും നമുക്കത് ഓടിച്ചിട്ട് നോക്കാം കേട്ടോ.
50 തന്നെയാണ് കേട്ടോ വണ്ടി ഇടിക്കാതെ പോണ സ്പീഡ്. 50 മുകളിലേക്ക് എത്തിയ വണ്ടി സ്മൂത്താണ്. നല്ല കാറ്റും മഴയും വരുന്നു. ഓ, വണ്ടിക്ക് വരെ പിടിക്കുന്നുണ്ട്. അടുത്ത നമുക്ക് ജാവ നോക്കാം. ഇതിൻ്റെ എത്രത്തോളം ടോപ്പ് ഗിയറിൽ നമുക്ക് ലോ സ്പീഡിൽ പോകാൻ പറ്റുന്നുള്ളത് നോക്കണം കേട്ടോ ഞാൻ ഫസ്റ്റ്. നാലാമത്തെ ഗിയറിലേ പോകാൻ പറ്റുന്നുള്ളൂ. 5ാമത്തെ ഗിയറിൽ, 5th, വല്ലാതെ ഗിയർ ഡൗണിങ് ആവശ്യം വരുന്നുണ്ട് കേട്ടോ. സാധാരണ ഈ കയറ്റം റോയൽ എൻഫീൽഡ് ടോപ്പ് ഗിയറിൽ വണ്ടി ഇടിക്കാതെ സുഖമായിട്ട് കയറിപ്പോണ കയറ്റാണ്. ഓക്കെ കേട്ടോ. ഇത് ഗിയർ ഡൗൺ ചെയ്യേണ്ടി വന്നു കേട്ടോ എനിക്ക്. സുഖമായിട്ട് കയറാനല്ല, വല്ലാതെ എൻജിൻ വല്ലാതെ ഇടിക്കുന്നുണ്ട്. ഇത് സിറ്റി റൈഡിങ്ങിനൊക്കെ നല്ല അടിക്കടി ഗിയർ ചേഞ്ചിങ് ആവശ്യം ഉണ്ടാവും കേട്ടോ. നമുക്ക് എൻജിൻ ബ്രേക്കിംഗ് നോക്കാം കേട്ടോ. ഈ ഇറക്കം ഞാൻ മുന്നിലുള്ള വീഡിയോയിലൊക്കെ ഈ ഒരു ഇറക്കം തന്നെയാണ്. നമ്മൾ കുറച്ചും കൂടെ തൊട്ടടുത്തുള്ള ഇറക്കമാണ്. അതിൻ്റെ എൻജിൻ ബ്രേക്കിംഗ് എത്രത്തോളം ഉണ്ടെന്ന് നോക്കാം. സ്പീഡിലാണ്. അപ്പോൾ നമുക്കൊന്നുകൂടി ഇറക്കൊന്ന് കഴിഞ്ഞതിന് ശേഷം നോക്കാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാനിപ്പോൾ ഇതിനെ മൈനസ് പറയാമെന്ന് വിചാരിക്കരുത്. റോയൽ എൻഫീൽഡുമായിട്ട് ടോർക്കിൻ്റെ കാര്യത്തിൽ നമ്മളെ എക്സ്പീരിയൻസിൽ ഈ ഒരു ഓടിച്ചതിൽ എനിക്ക് ടോർക്കിൻ്റെ കാര്യത്തിൽ വളരെയധികം മൈനസാണ്. ടോപ്പ് ഗിയറിലാണ് വണ്ടി ഉള്ളത്. അൻപതിൻ്റെ മുകളിലായിട്ടും കൂടി വണ്ടി ഇടിച്ച് കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ മാക്സിമം ഇപ്പോൾ ക്ലാസിക്കൊക്കെ ഒരു 50ൻ്റെ മുകളിലായി കഴിഞ്ഞാൽ വല്ലാതെ ഇടിക്കാതെ പോകാൻ കഴിയും. പക്ഷേ ഇത് 4ാമത്തെ ഗിയറിൽ മാത്രമേ 50. ഞാൻ ഒന്നുകൂടി ലോ സ്പീഡ് കപ്പാസിറ്റി കാണിച്ചാൽ അതിപ്പോൾ ടോപ്പ് ഗിയറിലാണുള്ളത്. മാക്സിമം സ്പീഡ് കുറക്കുകയാണ്. 40 അത്യാവശ്യം വണ്ടി ഇടിച്ചാണ് പോണത് കേട്ടോ. നോക്കുക. ജാവ എന്ന വണ്ടി, ജാവ എന്ന ഒരു ക്രേസുള്ള ആളുകൾക്ക് ഉപയോഗിക്കാമെന്നല്ലാതെ റോയൽ എൻഫീൽഡ് ഇതിനൊരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. കാരണം ആ ഒരു റെട്രോ സ്റ്റൈൽ കീപ്പ് ചെയ്യുന്ന വണ്ടി അതിനുമായിട്ട് പഴയ ജാവയായിട്ടൊക്കെ നല്ല രീതിയിൽ
പിന്നെ ഒരു മാനസികമായിട്ട് അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരാളുകളുണ്ടാവും. അങ്ങനത്തെ ആളുകൾക്ക് ഉപയോഗിക്കാം. കാരണം ഇത് എൻജിൻ ഒരു ട്രഡീഷണൽ എൻജിൻ അല്ലാത്തതുകൊണ്ട് തന്നെ ഒരു മഹീന്ദ്ര മോജോയിലൊക്കെ ഉള്ള വരുന്ന ഒരു എൻജിനാണ്, ഹൈ പെർഫോമൻസ് എൻജിനാണിത്. അപ്പോൾ ഹൈ സ്പീഡിൽ കുറച്ചൊരു സ്മൂത്ത്നെസ് ഫീൽ ചെയ്യും. തിരിക്കുകയാണ്. അപ്പോൾ എന്തൊരു ടോപ്പിക്കിലെത്തി 55-60 മുകളിൽ 55 മുകളിലൊന്നും പോയി ടോപ്പിക്കിൽ ഇത് ഇടിക്കാതെ പോകുന്നതന്നെയല്ല. പക്ഷേ റോയൽ എൻഫീൽഡാണെങ്കിൽ നമുക്കൊരു 50 സ്പീഡിലൊക്കെ 50-55 സ്പീഡിലൊക്കെ ടോപ്പ് ഗിയറിൽ പോകാൻ പറ്റും. പക്ഷേ ഇത് വണ്ടി ഒരു സ്മൂത്തല്ല, ചെയിൻ അടിക്കുന്നുണ്ട്, എൻജിൻ അടിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ശരിക്കും കണ്ടതിന് ശേഷം ക്ലാസിക്കിൻ്റെ ഞാൻ കാണിച്ചു തരാം.